കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ശ്രീ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. അതോടൊപ്പം ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും വലിയ പങ്കാളിത്തമാണ്. എല്ലാവരെയും ഹാർദമായി അഭിവാദ്യം ചെയ്യുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണല്ലോ ഇത്തരമൊരു യാത്ര സംഘടിപ്പിച്ചത്. ഈ യാത്ര കേവലം ഒരു സംഘടനയുടെ ഔപചാരിക പരിപാടിയായി മാത്രം ചുരുക്കി കാണേണ്ടതല്ല. മറിച്ച് കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സിനെ കൂടുതൽ കരുത്തുറ്റതാക്കാനുള്ള ഒരു മുന്നേറ്റമായി കൂടി ഇതിനെ കാണണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുൻപ് നയിച്ച യാത്രകളും അവ മുന്നോട്ട് വച്ച പ്രമേയങ്ങളും കേരളം ഗൗരവത്തോടെ ചർച്ച ചെയ്തവയാണ്. 1999 മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാൻ എന്നും 2012 മാനവികത ഉണർത്താൻ മാനവികത ഉണർത്തുന്നു എന്നുമുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു അദ്ദേഹം നേതൃത്വം നൽകിയ യാത്രകളുടെ ഭാഗമായി ഉയർത്തിയിരുന്നത്. ആ യാത്രകളെല്ലാം നമ്മുടെ നാടിൻ്റെ ഐക്യത്തിന് നൽകിയ ഊർജം ചെറുതല്ല. ഇപ്പോഴാകട്ടെ മനുഷ്യർക്കൊപ്പം എന്ന അർത്ഥവത്തായ സന്ദേശമാണ് ഈ യാത്രയിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഇത് എല്ലാ അർത്ഥത്തിലും കാലോചിതമായ സന്ദേശമാണ്. മനുഷ്യരെ മതത്തിൻ്റെയോ ജാതിയുടെയോ വംശത്തിൻ്റെയോ ഒക്കെ പേരിൽ വേർതിരിക്കാനും അകറ്റി നിർത്താനും ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്ന കാലമാണല്ലോ ഇത്. ആ പശ്ചാത്തലത്തിലാണ് ഇതിന് വർദ്ധിച്ച സാമൂഹ്യ പ്രസക്തി ഉണ്ടാവുന്നത്. എല്ലാ മതങ്ങളും മനുഷ്യരെയാണ് അഭിസംബോധന ചെയ്യുന്നത്, മനുഷ്യത്വത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. എന്നാൽ മത തത്വസംഹിതകളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ചിലര് മതത്തെ തന്നെ മനുഷ്യത്വ വിരുദ്ധമാക്കാൻ ദുഷ്ടലാക്കോടെ ശ്രമിക്കുന്നു. ഇത്തരമൊരു ഘട്ടത്തിൽ മതം പറയുന്നതിൻ്റെ സത്യാത്മക വശങ്ങളെ വിശദീകരിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ 90 കടന്ന പ്രായത്തിലും ഈ വലിയ മനുഷ്യൻ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു എന്നത് എത്രയോ അഭിനന്ദനീയമാണ്. അദ്ദേഹം മതേതരത്വത്തിൻ്റെ കാവലാൾ ആവുകയാണ്.